നമ്മളിപ്പോൾ എവിടെ എത്തി ബ്രോ? ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഇവിടെ ഇന്ന് ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ്. എന്റെ ഇത്തവണത്തെ ട്രിപ്പ് ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരാഖണ്ഡിലെ ഒരു കേദർകന്ത എന്നറിയപ്പെടുന്ന ഒരു ട്രക്കിംഗ് പോയിന്റ് ആണ്. അങ്ങോട്ടേക്കാണ് ഇത്തവണത്തെ യാത്ര. അഡ്വഞ്ചർ ട്രിപ്പാണ്. അപ്പം ഇവിടെ നിന്ന് ഡൽഹി ടു ഡെറാഡൂൺ, പിന്നെ ഡെറാഡൂണിൽ നിന്ന് സാങ്ക്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് യാത്ര. ഏകദേശം 2 ദിവസം സമയമെടുക്കും സാങ്ക്രിയിലെത്താൻ. അവിടെ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് കേദർകന്ത മൗണ്ട് പീക്കിലെത്തുന്നത്. അപ്പം എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം നമ്മള് ക്യാമ്പിലാണ് താമസിക്കുന്നത്. ടെന്റൊക്കെ കെട്ടി അവിടെയാണ്. അപ്പം ഒരു വല്ലാത്തൊരു യാത്രയാണ് ഇത്തവണ. അങ്ങനെ ഡൽഹിയിലേക്ക് എത്തി. ഇപ്പം സമയം ഏകദേശം രാത്രി 2:30 രാത്രിയല്ല, വെളുപ്പാങ്കാലമായി. ഒരു അല്പസമയം കിടന്നുറങ്ങി ഡൽഹിയിലേക്ക് ഒന്ന് കറങ്ങി രാത്രി 8:30 ഒരു ബസ്സിൽ ഡെറാഡൂണിലേക്ക് പോകണം. ഏകദേശം ഒരു രാത്രി യാത്രയുണ്ട് ഡൽഹി ടു ഡെറാഡൂൺ. ഇതാണ് ഡൽഹി ഡൊമസ്റ്റിക് ടെർമിനൽ. അല്പസമയം ഉറങ്ങി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് വെളുപ്പിനെ തന്നെ ഡൽഹി കാണാൻ ഇറങ്ങണം. ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. അങ്ങനെ രാത്രി യാത്രയൊക്കെ കഴിഞ്ഞ് ഡെറാഡൂൺ എത്തി. ഡെറാഡൂണിൽ നിന്ന് സാങ്ക്രിയിലേക്കുള്ള ഒരു യാത്രയാണ്. വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശമാണ് ഈ സാങ്ക്രി എന്നൊക്കെ പറയുന്നത്. ഒത്തിരി മലയൊക്കെ കയറി വേണം പോകാൻ. ഇവിടെ നിന്ന് ഡെറാഡൂണിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്കൂർ യാത്രയാകും സാങ്ക്രിയിലേക്ക് എത്താൻ. ഈ ഒരു ടെമ്പോ ട്രാവലറിലാണ് പോകുന്നത്. ഏകദേശം 10 പേരുടെ ഒരു ഗ്രൂപ്പാണ് വണ്ടിയിലുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രണവ് എന്ന് പറഞ്ഞ്. പുള്ളി കോളേജ് പ്രൊഫസറാണ്. പുള്ളിയുടെ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ അവിടെ കോളേജ് ട്രിപ്പും, പിന്നെ ഞങ്ങളൊരു 5-6 പേര് വേറെ ആൾക്കാരും കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇങ്ങനെ എന്താ പറയാ, ഒരു വരണ്ട ഒരു പ്രദേശങ്ങളൊക്കെയാണ് തുടക്കത്തിൽ കിട്ടുന്നത്. ഇപ്പം ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതും നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ കുറഞ്ഞു വരും. അങ്ങനെ തലവേദന, തലകറക്കം, ഛർദി, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മളതിന് പെട്ടാൽ നമുക്ക് കിടന്നുറങ്ങും. അപ്പം നമ്മുടെ ബോഡി ആ ഒരു ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആകും. ഇപ്പൊ സമയം വൈകിട്ട് 5:30 ഒരു 3 മണിക്കൂർ യാത്ര കൂടിയുണ്ട് സാങ്ക്രിയിലേക്ക്. ഏകദേശം സൈഡായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. സാങ്ക്രിയിലാണ് ഇപ്പം. നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -15 വരെ പോകും നമ്മുടെ മേലേക്ക് പോകും തോറും. നമ്മുടെ ബേസ് ക്യാമ്പിലേക്കുള്ള ഫുഡും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന മ്യൂൾസ് ആണ്. ഇവിടെ പ്രോപ്പറായ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മ്യൂളിൻ്റെ വേണ്ടിയൊക്കെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മൾ കേദാർകണ്ട ട്രക്കിങ്ങിലാണുള്ളത്. അതായത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള സ്നോ ട്രക്കാണ്. സ്നോയിലൂടെ നമ്മൾ നടന്ന് കയറി ഒരു മല, കേദാർകണ്ട എന്ന് പറയുന്ന മല സബ്മിറ്റ് ചെയ്യുന്ന ട്രക്കിംഗ് ആണ്. അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ മലയാളീസ് മാത്രമാണ് വരുന്നത്. നമ്മൾ മലയാളി ഗൈഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് സ്നോ വീണ് സെറ്റായത്. ഈ സീസണിൽ നമുക്ക് ഫസ്റ്റ് ഡേ പകുതി ദൂരം കഴിയുമ്പോൾ തൊട്ട് തന്നെ സ്നോ ഉണ്ടാവും. സ്നോയിലൂടെയാണ് നമ്മൾ 3-4 ദിവസം ട്രക്ക് ചെയ്യുന്നതും. സ്നോയിലാണ് നമ്മൾ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്നത്, 3 നൈറ്റ് സ്റ്റേ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബെറ്റർ സാധാരണ ഡിസംബർ തൊട്ട് മാർച്ച് വരെയാണ് സീസൺ. പക്ഷേ ഈ കൊല്ലം വിൻ്റർ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ജനുവരി ലാസ്റ്റാണ് സ്നോ വീണത്. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്തായാലും സ്നോ ഉണ്ടാവും. ഇതാണ് ഇപ്പോഴത്തെ ബെറ്റർ ടൈം. ഇപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് മുതൽ സ്നോഫാൾ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്നോഫാളും സ്നോയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. താല്പര്യമുള്ളവർ വരിക. നല്ല മൗണ്ടൻസിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സ്നോ ഒക്കെ
വീണെടുക്കുന്ന കാണാം. ഇതൊക്കെ ആപ്പിളിൻ്റെ മരങ്ങളാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇലപൊഴിച്ച് നിൽക്കുകയാണ്. ഓഗസ്റ്റിലൊക്കെയാണ് ആപ്പിൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇതേക്കൂട്ടി ഇവിടെ മൗണ്ടൻ ഡോഗ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പം മല കയറും. നമ്മളിപ്പോൾ 3 ദിവസം ടെൻറ്റിൽ സ്റ്റേ ചെയ്യും. കുറേ ഡോഗ്സ് ഉണ്ട്. ഇനി കുറേ ദൂരം കൂടി പോകാനുണ്ട്. ഇവിടെ ഏകദേശം ബ്രോ എത്ര ദൂരം ഉണ്ട് ഇനിയും? 4-1 നമ്മളിന്ന് ഫിനിഷ് ആക്കുള്ളൂ. ഇന്നത്തെ 4-1. നമ്മുടെ ബാക്കി ടീമൊക്കെ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ റെസ്റ്റിംഗ് പോയിൻറ്റ്സ് ആണ്. ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇതിപ്പം നമ്മൾ ഓൺ ദ വേ ആണ്. ഇതാണ് നമ്മുടെ മറ്റൊരു ഗൈഡ്. ഇത് ട്രെക്കിംഗ് കഴിഞ്ഞ് സമ്മിറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 ഡേയ്സ് ബാക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ഇപ്പം കേദർകന്ത് അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോവിഡിന് ശേഷമാണ് ഇത്രമാത്രം ട്രക്കിംഗ് അഡ്വഞ്ചേഴ്സിനൊക്കെ ആൾക്കാർ വരുന്നത്. ഇതൊരു ബിഗിനേഴ്സ് ലെവൽ ട്രക്കാണ്. ബട്ട് പ്രോബ്ലം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് നല്ല പാടാണ്. ഇങ്ങനെയാണ് ട്രയൽസ് ഉള്ളത്. ഫുള്ള് മഡാണ്. നല്ല ചെളിയുണ്ട്. ഒക്കെ കാണാം. ഷൂ ഒക്കെ ഇങ്ങനത്തെ ഷൂസാണ് യൂസ് ചെയ്യേണ്ടത്. ഗ്രിപ്പ് കിട്ടണമല്ലോ. അപ്പം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് ആണ്. ബിഗിനേഴ്സ് ലെവൽ ആണെങ്കിലും അത്യാവശ്യം നമ്മുടെ ബോഡിയുടെ ഒരു ലിമിറ്റ് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊരു കുഴപ്പം കൂടിയുണ്ട്. മഞ്ഞ് വീണിട്ട് ഫുള്ള് ചളയായി കിടക്കുകയാണ് ട്രയൽസൊക്കെ. ഇതാണ് അവസ്ഥ. മാതിരി ചള്ളയിൽ കൂടെ വേണം നടക്കാൻ. ഉണ്ടല്ലേ? ഇതാണ് പ്രശ്നം. തെന്നുന്നുണ്ട്, സ്കിഡാകുന്നുണ്ട്. ഇതുപോലെ മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അറ്റത്തൂടെയൊക്കെയാണ് പോകുന്നത് ട്രക്കിങ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ അത്ര രസമൊന്നുമില്ല. ചെറിയ കഷ്ടപ്പാടൊക്കെ തോന്നി തുടങ്ങി. ഇത് ഇവിടുത്തെ ആദ്യത്തെ ടീ പോയിൻ്റാണ്. ഓരോ പ്രദേശത്തും ടീ പോയിൻ്റ് ഉണ്ട് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും. അപ്പം ഇവിടെ ടീക്ക് ഒരു 30 രൂപയാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ ടീക്ക് ഒരു 50 രൂപ ആയിരിക്കും. അങ്ങനെയാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉയരം കൂടുന്തോറും ചായയുടെ പ്രൈസ് അങ്ങോട്ട് കൂടും. ഇതാണ് ഫസ്റ്റ് ടീ പോയിൻ്റ്. നമ്മുടെ ടീംസൊക്കെ ഇവിടെ ഉണ്ട്, റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടീ പോയിൻ്റ്. ഇതൊക്കെ ഓരോ ടീ പോയിൻറ്റ്സ് ആണ്. അവിടെ നമ്മുടെ പയ്യനുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഫുള്ള് മഞ്ഞാണ് ഇപ്പം ഇവിടെ. ഇതാണ് നമ്മൾ കയറിയ ടീ പോയിൻ്റ്. ഇവിടെ ഇപ്പം വാട്ടർ റീഫിൽ ചെയ്യുകയാണ്. ചൂടുവെള്ളം ഒരു കുപ്പി ചൂടുവെള്ളത്തിന് 20 രൂപ കൊടുക്കേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ഒരു ലെമൺ ടീക്ക് വന്നിട്ട് 30 രൂപയാണ്. മാഗിക്ക് 50 ആണ്. എവിടെ ഫുഡ് കഴിക്കാൻ കയറുകയാണ് ഇവിടെ പ്രൈസ് ആദ്യം തന്നെ ചോദിക്കണം എത്രയാകുമെന്ന്. കാരണം ടീ പോയിൻ്റൊക്കെ പല പല ആൾട്ടിറ്റ്യൂഡിലാണ്. ഇപ്പം ഇവിടെ ജസ്റ്റ് തുടക്കമാണ്. ഇവിടെ ടീക്ക് 30 രൂപയേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് പോയിൻ്റൊക്കെ എത്തുമ്പോൾ ഒരു ടീക്ക് 100 രൂപയോളമൊക്കെ ആകും.
ഇതാണ് അവസ്ഥ. ഇപ്പം എല്ലാവരും അടുത്ത് പയ്യാണ് പോകുന്നത്. പ്രണവേ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇത് നമ്മുടെ വേറൊരു ഗൈഡാണ്, ഇർഫാൻ ഭായ്. പുള്ളി മലയാളിയാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി ബ്രോ? പകുതി ദൂരം എത്തി. ഒരു പകുതി ഇവിടെ പോകാനുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂസ്. ഫുള്ള് മഞ്ഞാണ്. നടന്നു പോകണമെന്ന് ഇട്ടില്ലല്ലേ? നേരെ എടുത്തങ്ങ് മഞ്ഞ് കൊണ്ടുവിടുന്നു. കുഴപ്പമില്ല, അധികം താമസിക്കാതെ ഇവിടെ കേബിൾ കാർ വരും. അല്ല, ഇത് നമ്മൾ തീർത്ഥാടനം പോലെയല്ല. ഇത് മല കയറുള്ളത് മല കയറിന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ കാഷ്വാലിറ്റി അല്ലാണ്ട് ഒന്നിനും സ്ട്രക്ചറോ വേറെ ഒന്നും യൂസ് ചെയ്തില്ല. മാക്സിമം ആൾക്കാർക്ക് എന്തൊക്കെ കഴിഞ്ഞാൽ അവർ നടന്നു തന്നെ ഇറങ്ങണം. നമ്മൾ നടക്കാൻ വേണ്ടിട്ട് ഒന്നാണ്. ഇതൊക്കെ എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ട്രക്കിങ്ങിൽ കാണണ്ടേ? ഒന്നല്ല, നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അപ്പൊ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇത്തിരി നിങ്ങളോട് എക്യുപ്പഡ് ആയിട്ട് കെയർഫുൾ ആയിട്ട് നടക്കാൻ പറയുന്നത്. കേൾക്കും. ഇപ്പം അത്യാവശ്യം സ്നോ ഒക്കെ ആയി തുടങ്ങി. സ്നോ ഉള്ള സ്ഥലത്താണ് നമ്മൾ. ഇതിപ്പം 3-4 ദിവസത്തേന് നമുക്ക് കറണ്ടില്ല, വെളിച്ചമില്ല. വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഫുഡേ ഉള്ളൂ. രണ്ടാമത്തെ ടീ പോയിൻ്റാണ്. നിങ്ങൾക്ക് ഓടക്കുഴലിൻ്റെ സൗണ്ട് കേൾക്കാം. ഇവിടെ കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടി ഒരു ഓടക്കുഴലൊക്കെ ഇങ്ങനെ വായിക്കും. അവിടെ ഇച്ചിരി പേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജൂഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. ഇതാണ് ഇവിടുത്തെ കട. കഴിയുന്നുണ്ട്. മാഗി, ലെമൺ ടീ, കോഫി ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ തണുപ്പത്ത് കോഫിയൊക്കെ കുടിക്കുന്നത് നല്ല രസമാണ്. हॉट वाटर दादा 1 गिलास फ्री बिगर कॉस्ट का 1 गिलास ബോട്ടിലുണ്ടോ? ഐസ് ആക്സ് വേണോ? ഐസ് കൂടെ അതായത് നമ്മൾ 3 ലൈൻ വരെ മൗണ്ടൻസിന്റെ മരങ്ങൾ തീരുന്നത് വരെ ഈ സ്റ്റിക്കാണ് യൂസ് ചെയ്യുക. മരങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഐസ് ആക്സ് ഉണ്ട്. അപ്പൊ അത് വേണം.
അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ്. ഈ ടെൻ്റാണ് എൻ്റെ ടെൻറ്റ്. നമ്മുടെ സ്റ്റിക്കൊക്കെ പുറത്ത് കുത്തിവെച്ചിട്ടുണ്ട്. അപ്പുറേ വേറെ ട്രക്കിംഗ് കമ്പനിയുടെയാണ് അവിടെ കാണുന്നത്. ഇത് ക്യാമ്പിനാണ് നമ്മൾ വന്നത്. ഇത് വേറെ ഒരു സ്ഥാപനമാണ് അവിടുത്തെ. ഇതാണ് നമ്മുടെ ടെൻറ്റ്. നസിക്കയും ഞാനും പ്രണവും ഒരു ടെൻറ്റിലാണ്. ഇക്ക ഒന്ന് ടെൻ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ. 4 ആൾക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറ്റ്. അപ്പോൾ അവർ നമുക്ക് 3 ആൾക്ക് കിടക്കാനുള്ള വേണ്ടിയിട്ട് തന്നു. അത്യാവശ്യം ടെൻറ്റിനകത്തുള്ള എന്ന് പറഞ്ഞാൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. 3 പേർക്ക് 3 സ്ലീപ്പിംഗ് ബാഗ് വെച്ച് എല്ലാം നമ്മൾ ഇവിടെ പുറത്തിടണം. ടെൻറ്റിൽ നമ്മൾ അത്യാവശ്യം ബാഗും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ടെൻറ്റ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ ടെൻറ്റ് അടച്ചിട്ട് പോകണം, അല്ലെങ്കിൽ തണുപ്പ് ഉള്ളിൽ കയറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ അന്നേരം പുറത്തോട്ട് പോവുക. ഇപ്പോൾ ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് പുറത്തോട്ടെന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ 4 പുറമൊന്ന് ചുറ്റിക്കാണ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ടെൻറ്റ് ക്ലോസ് ചെയ്ത് പുറത്തോട്ട് പോവുക. ടെൻറ്റ് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യണം, പുറത്തിറങ്ങും. കാരണം ഈ കാറ്റ് ഉള്ളിൽ കയറില്ല. നമ്മളിപ്പോൾ ഇവിടെ ക്യാമ്പിലാണുള്ളത്. പലയിടത്തുനിന്ന് വന്ന ആൾക്കാർ നമ്മുടെ സ്റ്റുഡൻസൊക്കെ അവിടെ ഒരു ഗ്രൂപ്പിലിരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മൾ ഈ ഭാഗത്തിരുന്ന് എല്ലാവരും കൂടി ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണ്. പ്രണവ്. എൻ്റെ പേര് പ്രണവ്. ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. ഹായ്, എൻ്റെ പേര് ഫെബിൻ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നാണ് വരുന്നത്. നാട്ടിൽ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. എൻ്റെ പേര് അനസ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഗിരീഷ് ബ്രോ, ഇവരെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. ഒരേ യാത്രകളിൽ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് സൗഹൃദങ്ങളും എല്ലാം പങ്കിടാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എൻ്റെ പേര് റാഷി. ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി തന്നെയാണ് എൻ്റെ കൂട്ടുകാരൻ. ഞങ്ങൾ 2 പേരും കൂടിയാണ് വന്നത്. ഒരേ ഗ്രൂപ്പിൽ വന്നതാണ്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. നല്ല അടിപൊളി കുറേ ഫ്രണ്ട്സിന് നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ്. എൻ്റെ പേര് ജമീൽ. ഞാൻ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ആദ്യമായിട്ടാണ് ഇതുവരെ ഒരു ട്രക്കിങ്ങിന് വരുന്നത്. എന്തായാലും നല്ല അനുഭവങ്ങൾ തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അൽത്താഫ്. കൊല്ലക്കാരനാണ്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ടാണ് ഒരുമിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ വന്നു. വല്ലാത്തൊരു ഡിറ്റർമിനേഷൻ ആയിരുന്നു ഇത്. പണ്ടോട്ടേ ഇതിനെക്കുറിച്ച്, അതായത് കേരളീയ എന്ന് പറയുന്ന ബിബിൻ ബ്രോയുടെ നമ്മുടെ ചാനൽ കണ്ടിട്ട് തൊട്ടേ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു ഈ കേദാർനാഥ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഫേസിലേക്ക് നമ്മൾ കുഴപ്പമൊന്നുമില്ല, ആർക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി വരുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്മിറ്റ് ചെയ്യണം. അതിനെല്ലാം അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾവശം. ഏകദേശം -4 ഡിഗ്രി തണുപ്പുണ്ട് ഇപ്പം. ഇതാണ് സ്ലീപ്പിംഗ് ബാഗ്. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാണിച്ചു തരാം. നമ്മുടെ ബാഗ്, വെള്ളം, കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ഒരു ലൈറ്റാണ്. ഇത് നമ്മൾ ചാർജബിൾ ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. നല്ല തണുപ്പുണ്ട്. പുറത്ത് സിബൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ് റൂമിലുള്ള. ഇത് പുറത്ത് പോയേക്കുവാണ്. ഇതാണ് റൂമിലെ അവസ്ഥ. ഇരുട്ടാണ്. അപ്പം ടോർച്ച് അടിച്ചാണ് കാണിക്കുന്നത്.